ഫുഡ് അഡിക്സ് ബൈ നീതു. മണി 1:45 ആവാറായി. എനിക്ക് നന്നായിട്ട് വിശക്കുണ്ട്. അപ്പൊ ലഞ്ചൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വിശപ്പ് കാരണം ഞാൻ ഓൾറെഡി ഇതൊക്കെ വിളമ്പി വെച്ചു കേട്ടോ. ഇത് കുറച്ച് ബീൻസ് തോരനാണ്, ക്യാബേജ് ഉപ്പേരിയാണ്. ക്യാബേജ് ഉപ്പേരി എന്ന് പറയാൻ കാരണം ഇതിൽ തേങ്ങ ഇട്ടിട്ടില്ല, അതുകൊണ്ടാട്ടോ. മെഴുക്കുരുട്ടി എന്ന് പറയാൻ പറ്റില്ല. എന്തോ ക്യാബേജ് കൊണ്ടൊരു ഉപ്പേരി, ബീൻസ് കൊണ്ടൊരു തോരൻ. പിന്നെ ഇത് പാറുവിന് ഞാനൊന്ന് സ്കൂളിലേക്ക് കഞ്ഞി കൊടുത്തു വിട്ടെ. കഞ്ഞി, കട്ടത്തൈര്, നെയ്യ്, അവിയൽ, കുറച്ച് കട്ടച്ചമ്മന്തി, കുറച്ച് കടുമാങ്ങാച്ചാറ്, ഇതാണ് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടെ. അപ്പോൾ അവൾക്ക് വേണ്ടി അരച്ച കുറച്ച് കട്ടച്ചമ്മന്തിയാണ്. അപ്പോൾ അതും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ അവിയലാണ്, അതും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം ഞാൻ ഓൾറെഡി വിളമ്പി. ഇനി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നല്ല 50% തവിടുള്ള കുത്തിരി ചോറുണ്ട്, എൻ്റെ കട്ടത്തൈരുണ്ട്, പിന്നെ ചാള നല്ല എണ്ണയൊന്നുമില്ലാതെ പൊള്ളിച്ച് വെച്ച കണ്ടത് കണ്ടാൽ തന്നെ അറിയാം. എണ്ണ ഒരു തരി പോലും കാണുന്നുണ്ടാവും. പൊള്ളിച്ച് വെച്ചത് അമ്മ പറയണ ഉണക്കി വെച്ചതാണ്. പൊള്ളിച്ച് വെച്ച ചാളയുണ്ട്. അപ്പം ഭയങ്കര സ്മെല്ലായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ, പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ്. അതുപോലെ ചാളയും കപ്പയും കൂടെ ഇങ്ങനെ വറ്റിച്ച് വെച്ചതുണ്ട്. പ്ലസ് നമുക്ക് നല്ല അടിപൊളി കൊഴുവക്കറിയുണ്ട്. ഇത് അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടാണ്. മാങ്ങയും കൊഴുവയും കൂടെ വെച്ചിട്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് ഇതും കൂടെ വേണം എനിക്ക് ഇഷ്ടം. അപ്പം നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തിരി ചോറ്. ചെറിയ ചൂടുണ്ട്, ഞാൻ കുറച്ച് മുമ്പ് വാർത്തേ ഉള്ളൂ ചോറ്. അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി കഞ്ഞി കെട്ടിയ പോലെ ഇച്ചിരി വെള്ളം പോലെ ഉണ്ട് ചോറിന്. ചോറ് വിസിലടിച്ചപ്പോൾ തന്നെ ഞാൻ വർത്താനൊക്കെ പറഞ്ഞ സമയം കളഞ്ഞു, അങ്ങനെ വാർത്തില്ല. ഇനി നമ്മുടെ കപ്പയും ചാളയും. അപ്പം അവനെയും ഞാനൊരു സൈഡിൽ കുറച്ച് വിളമ്പി കൊടുത്തു. അപ്പം നമ്മുടെ ഇനി കൊഴുവയും മാങ്ങയും നല്ല കണ്ടാൽ തന്നെ അറിയാം, നല്ല കളറുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പം അത് ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചാറ്. ഒരു പ്രത്യേകമാണ് കേട്ടോ. അല്ലെങ്കിലും ഓരോരുത്തരും മീൻകറി വയ്ക്കുമ്പോഴും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ കൊഴുവയും മാങ്ങ വെക്കണ പോലെ ആയിരിക്കില്ല എൻ്റെ അമ്മ വയ്ക്കണത്, പോലെ ആയിരിക്കില്ല ഏട്ടൻ്റെ അമ്മ വയ്ക്കണത്. ഓരോരുത്തർ വയ്ക്കുമ്പോൾ ഓരോ ടേസ്റ്റാണ്. അതുപോലെ എൻ്റെ വല്യമ്മയുണ്ട്, വല്യമ്മയുടെ കറികളൊക്കെ ഭയങ്കര ടേസ്റ്റും ഭയങ്കര മണമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിലാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുക. പറയുമ്പോൾ എല്ലാവരും മഞ്ഞളും മുളകും ഉപ്പൊക്കെ തന്നെ ഇടുന്നത്, പക്ഷെ ആ കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞേ. പിന്നെ നമ്മുടെ ചാള പൊള്ളിച്ചത് കണ്ടോ, ഒരു തരി എണ്ണയില്ല അതിൽ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ഞാനിത് ഒരു ഡിസൈൻ പോലെ 6 എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പ്ലേറ്റ് നോക്കി പൂക്കളിട്ട പോലെയല്ലേ. എനിക്ക് തന്നെ കണ്ടിട്ട് കൊതിയാണോ. അയ്യോ, കട്ടത്തൈരില്ലാത്ത കച്ചവടമില്ല. അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കട്ടത്തൈര് എടുത്തു. കടുമാങ്ങ അച്ചാറോടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ വേണ്ട, അച്ചാറില്ലാതെ ഇന്ന് ഉണയിക്കാം. എവിടെ നിന്നുടനും ചോറ് കണ്ടുപിടിക്കാൻ വരെ അത്രയും കറികളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഡിസൈൻ ചെയ്ത ചാളേനെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ട് എനിക്കിന്ന് കൊഴുവയും മാങ്ങയും കൂട്ടി ഉണയിക്കാനാണ് ആഗ്രഹം. ചോറ് വെന്തതുകൊണ്ടേ, ചൂട് ചോറും. ആഹാ, ഒരു രക്ഷയില്ല. ആ മാങ്ങയ്ക്ക് ഇങ്ങനെ ചെറിയ പുളി. സൂപ്പർ. വെറുതെ ആക്ഷന് വേണ്ടി കാണിക്കണമെന്നല്ല കേട്ടോ, സൂപ്പർ. ആ മാങ്ങയുടെ പുളിയും കൊഴുവയുടെ ആ ചൂടും ചോറും ആ തേങ്ങാരപ്പും നമ്മുടെ സൂപ്പർ. ഈ ചാളയും അതെ, പൊള്ളിച്ച ചാളയ്ക്ക് പ്രത്യേക ശരിക്കും മീനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ, ഏരിയയിൽ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിലേ ചാളയ്ക്ക് സ്മെല്ല. സൂപ്പർ. കുറച്ച് അവിയലും കട്ടത്തൈരും ക്യാബേജ് തോരനും ഒരു കഷ്ണം ചാളയും കൂടെ വെച്ച് കഴിച്ചു നോക്കട്ടെ. ഞാൻ വെച്ചോണ്ട് പറയല്ല, എന്തൊരു ടേസ്റ്റുള്ള അവിയല. ഞാൻ രാവിലെ വെച്ച ഫ്ലോപ്പായിരുന്നു, പക്ഷെ അല്ല, സൂപ്പർ. വാവ്, ഇന്ന് തോന്നുന്നു അടിപൊളി. എല്ലാ ടൈപ്പിലുണ്ട്. ഇനി കപ്പയും ചാളയും കൂട്ടി വേറെ ഉണ്ടണം. എനിക്കൊന്നും ചോറിനെ എടുക്കേണ്ടി വരുന്നു, ഞാൻ വണ്ണം വെച്ചൊരു വഴിയാവും. അപ്പം ഞാനുണ്ട് തീർക്കട്ടെ. എല്ലാവർക്കും ബൈ.